ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖം തന്നെയല്ലേ? ഇന്നേക്ക് നമ്മൾ വന്നിരിക്കുന്നത് പൊങ്കലൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമ്മൾക്ക് എപ്പോഴും പോലെ കറി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പൊങ്കലാണ് പറഞ്ഞിട്ട് പൊങ്കൽ തന്നെ വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. പൊങ്കലൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇതപ്പോൾ അത് കാരണം വഴുതിരിങ്ങ ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോണത്. കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വല്യുള്ളി നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കണം. അത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുത്ത് നന്നായി നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നന്നായി വഴണ്ട് വരുമ്പോൾ വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക് എല്ലാം ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇത് വഴറ്റിയെടുക്കുക. ആ ജീരകമൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 തക്കാളി കേട്ടോ. ചെറുതാണെങ്കിൽ 2 വലുതാണെങ്കിൽ 1 മതി. അതും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ചട്ടി പുക വരുന്ന കണ്ടില്ലേ? അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിലോട്ട് മുളക് പൊടി, മുഴുമല്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുവോളം നമുക്കിതിനെ വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി മാത്രം ഇടണ്ട കേട്ടോ, മുഴുമല്ലി തന്നെ ഇട്ട് കൊടുത്തോളൂ. അപ്പം തന്നെ അതിൽ നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഒരു മൂടി തേങ്ങ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് നന്നായി എണ്ണ തെളിഞ്ഞ് വരില്ലേ, എന്നിട്ട് ആറാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ മാറ്റി വെച്ചു. എന്നിട്ട് അതേ ചട്ടിയിലോട്ട് വീണ്ടും കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവയും കടുകും ഇട്ട് കൊടുത്ത് അതൊക്കെ പൊട്ടി വന്നതിന് ശേഷം വല്യുള്ളിയും കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്ത് അത് നന്നായി മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വഴുതിരിങ്ങ വറുത്ത് വെച്ചിട്ടില്ലേ, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, വട്ടത്തിലിട്ടപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ആ മസാല നന്നായി ആറിയപ്പോൾ അതിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി വിടുക. ഫസ്റ്റ് ഇളക്കി വിട്ടതിന് ശേഷം ഇതിലോട്ട് നമുക്കിനി പുളിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ഗ്രേവി പദത്തിൽ ഇത് വന്നാളെ കേട്ടോ. അത് കണ്ടില്ല, മൂടി വെച്ചിട്ടുണ്ട്. ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വന്ന് നല്ല ചൂട് ചോറ്റിൻ്റെ ഒപ്പം ഈ കറിയും കുറച്ച് ഒഴിച്ചിങ്ങോട്ട് പെനഞ്ഞ് കഴിച്ചുണ്ടല്ലോ, വായിൽ കപ്പലോടണ വെള്ളം വരും. വീഡിയോ എത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.